ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഒരു പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പിറകിൽ നിന്നുകൊണ്ട് തങ്ങൾ ആമീൻ പറഞ്ഞിരുന്നു. തങ്ങൾ ആമീൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി. ആ സ്വഹാബിക്ക് മുത്തുനബിയെ അറിയില്ല. വീണ്ടും അദ്ദേഹം ദുആ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം എന്നാണ് ദുആ ചെയ്തുകൊണ്ട് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രോത്സാഹനം നൽകിയിട്ടുള്ളൊരു കാര്യമാണ് ആമീൻ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഫാത്തിഹ സൂറത്ത് അവതരിപ്പിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തപ്പോൾ ആമീൻ പറയാൻ നിർദ്ദേശിക്കുകയുണ്ടായി. വേറെയും പല സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുത്തുനബി ആമീൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവനും ആമീൻ പറയുന്നവനും ഒരേപോലെയാണ്. ഒരു ഇമാമ് ദുആ ചെയ്യുമ്പോൾ ബോധത്തോടുകൂടി ആമീൻ പറഞ്ഞാൽ അവരൊക്കെ പ്രാർത്ഥിച്ചത് പോലെയാണ്. അതുകൊണ്ടാണ് ഇമാമിൻ്റെ ദുആ കേൾക്കുന്ന ആളുകൾ ആമീൻ പറയുകയേ വേണ്ടതുള്ളൂ. സുബ്ഹി നിസ്കാരത്തിലെ ഖുനൂത്ത് ഇമാമിൻ്റെ ഖുനൂത്ത് കേൾക്കുന്നവൻ അതിലെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയണം. സനാഇൻ്റെ ലഫ്ളുകൾ ഇമാമിൻ്റെ കൂടെ ചൊല്ലണം. സ്വലാത്ത് പ്രാർത്ഥനയിൽ പെട്ടതായതിനാൽ സ്വലാത്തിനും ആമീൻ പറയണം. സ്വലാത്ത് കൂടെ ചൊല്ലുകയും വേണം. ഒന്നുകിൽ ചൊല്ലാം, അല്ലെങ്കിൽ ആമീൻ പറയാം. രണ്ടിലൊന്നേ നടക്കുള്ളൂ. എങ്കിൽ അവിടെ ആമീൻ പറയുകയാണ് വേണ്ടത്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി എന്ന സ്വലാത്ത് ഖുനൂത്ത് വലിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്ന് തുടങ്ങുന്ന ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിർവഹിച്ചതാണ്. ആ ഖുനൂത്തിലെ ഒരു കലിമത്ത് ഒഴിഞ്ഞുപോയാൽ, ഒരക്ഷരം മാറിപ്പോയാൽ സഹ്വിൻ്റെ 2 സുജൂദ് ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക എന്ന ആ ഫാ ഒരാൾ മാറിപ്പോയി വഇന്നക തഖ്ദി എന്നാണെങ്കിൽ അവിടെയും 2 സുജൂദ് ചെയ്യൽ സുന്നത്താണ്. വസല്ലല്ലാഹു എന്ന സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വാവ് ഒരാൾ വിട്ടുപോയാൽ 2 സുജൂദ് ചെയ്ത് അത് പരിഹരിക്കേണ്ടതാണ്. അത്രയ്ക്കും മഹത്വമുള്ള ദുആയാണ് ഖുനൂത്തിലെ ദുആ. മാലപ്പെട്ട തങ്ങൾ പാപ്പ വരും. സലാം. അപ്പോൾ ദുആ ഖുനൂത്തിലെ ദുആ അതുപോലത്തെ ദുആക്കൊക്കെ നമ്മൾ ആമീൻ പറഞ്ഞ് ശീലിക്കണം. രാവിലെ ഒരു പ്രാർത്ഥനയുണ്ട്. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു വളരെ കുറച്ചേ പറയുള്ളൂ, പക്ഷെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടുന്ന് ഡമാസ്കസ് ഒരു പള്ളിയിലെ മുദരിസ് നേരത്തെ
അബൂദർദാ റളിയല്ലാഹു അൻഹു ഈജിപ്തിലായിരുന്നു. ഈജിപ്തിൽ നിന്ന് മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹു തങ്ങളുമായി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് മദീനയിലേക്ക് തിരിച്ചു പോയതാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. വല്ലാഹി ലാ ഉസാകിനുക ഫീ ബൽദത്തിൻ അൻത ഫീഹാ, അല്ലാഹയാണ് സത്യം, മുആവിയ നിങ്ങൾ ഉള്ള നാട്ടിലേ ഞാൻ താമസിക്കുകയില്ല എന്ന് പറഞ്ഞ് പോയ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു. പഴയ കാലത്തെ മഹത്തുക്കൾ അങ്ങനെ നമുക്കറിയാം. താജീൽ ഫുത്തുഹ് എഴുതിയിട്ടുള്ള മരക്കാർ മുസ്ലിയാരിനെ നവ്വറല്ലാഹു മർക്കദ, ആരോ പറഞ്ഞു അവർ ഈ നാട്ടുകാരനായ അല്ലേ? അരീക്കോട് മരക്കാർ മുസ്ലിയാർ നേരത്തെ ഇവിടുത്തുകാരനാണ്. അവരുടെ ഖബറുള്ളത് മഞ്ചേരി ടൗൺ പള്ളിയിൽ. എന്തിനാണ് അയാൾ ഇവിടുന്ന് പോയത്? ഈ അരീക്കോട് മഹല്ലത്തിൽ ഒരു മുബത്തദി വന്ന് താമസിച്ചതാണ് അതിന് കാരണം. മുബത്തദീങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഞാൻ താമസിക്കൂല എന്ന് പറഞ്ഞു പോയതാണ്. അത്രയ്ക്കുമാണ് പഴയകാലത്തെ ആളുകൾക്ക് മുബത്തദീങ്ങളോടുള്ള സമീപനം. അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദ, അവിടുത്തെ വളപ്പിൽ മുബത്തദീങ്ങൾ വന്നു പോയാൽ ആ സ്ഥലങ്ങളിലെല്ലാം വെള്ളം മന്ത്രിച്ച് കൊടയാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ രൂപത്തിലാണ് അവർ മുബത്തദീങ്ങളോട് സമീപിച്ചത്. അവരത് സ്വഹാബത്തിന് പഠിച്ചതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അബൂദർദാ റളിയല്ലാഹു അൻഹു മുആവിയത്തിന് ഓതിക്കൊടുത്തു. മുആവിയത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾക്കത് ബോധ്യം വന്നില്ല. അത് ബോധ്യപ്പെടാത്തത് കൊണ്ട് മുആവിയത്ത് റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്ക് ഓതി തന്നിട്ട് അത് സ്വീകരിക്കാത്ത നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഞാൻ താമസിക്കുകയില്ല. ഓർത്ത് നോക്ക്, നമ്മളൊക്കെ എവിടെ പോണ്ടി വരും? അങ്ങനെ ഈജിപ്തിൽ നിന്ന് മദീനയിൽ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അന്വേഷണം നടത്തി. ആ ഹദീസ് ബോധ്യപ്പെട്ടു, തിരുത്താൻ വേണ്ടി നിർദ്ദേശിച്ചു. അത് വേറെ സംഭവം. പിന്നീട് അവിടെ നിന്ന് പോയതാണ് ഡമാസ്കസിൽ. ആ ഡമാസ്കസിൽ ഒരു പള്ളിയിൽ ഇൽമ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ധാരാളം ശിഷ്യന്മാർ തൻ്റെ മുൻപിലുണ്ട്. ആ സമയത്താണ് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു അബൂദർദാ തങ്ങളോട്, ഉസ്താദേ, നിങ്ങളെ വീടൊക്കെ തീ കത്തി നശിച്ചിട്ടുണ്ട് എന്ന്. വീടിന് തീ പിടിച്ചിട്ടുണ്ട്, ഉടനടി വീട്ടിലെത്തണം, എല്ലാം കത്തി ചാമ്പലായി പോവുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു വന്ന മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, എൻ്റെ വീട് കത്തൂല, എൻ്റെ വീട് കത്തൂല. അദ്ദേഹം പിന്നെന്ത് ചെയ്യും? അല്പസമയം കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു, അതിനേക്കാൾ സ്പീഡിൽ. മഹാനായ ഉസ്താദേ, നിങ്ങളെ വീടൊക്കെ ചാമ്പലായി പോയി, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, എൻ്റെ വീട് കത്തുകയില്ല. ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തുടർച്ചയായി 7 ആളുകൾ ഈ രൂപത്തിൽ വന്ന് പറഞ്ഞു. 7ാമത്തെ ആള് വന്ന് പറഞ്ഞ സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ മുൻപിലിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ വീട് കത്തുകയില്ല, ഉറപ്പാണ്. പക്ഷെ ഇവരെന്താണ് ഈ പറയുന്നത്? നമുക്കൊന്ന് പോയി നോക്കാം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തങ്ങളും തന്റെ ശിഷ്യന്മാരും ചെന്ന് നോക്കുമ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ പരിസരത്തുള്ള വീടുകളെല്ലാം കത്തിച്ചാമ്പലായിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട് കത്തിയിട്ടില്ല. സാധാരണക്കാരായ ആളുകളല്ലേ പറയുമല്ലോ, ഉസ്താദേ,
നിങ്ങളെന്തൊരു മനുഷ്യനാണ്. ഞങ്ങളെങ്ങാനും കൃത്യമായിട്ട് ഇവിടെ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ വീട് കത്തിച്ചാമ്പലാകുമായിരുന്നു. ഞങ്ങൾ കൃത്യസമയത്ത് ഇവിടെ എത്തുകയും ഇടപെടുകയും ചെയ്തതുകൊണ്ട് ഇപ്പൊ കത്തിയില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, എൻ്റെ വീട് കത്തുകയില്ല. കാരണം മസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലത്ത് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന കൃത്യമായി നിർവഹിച്ചാൽ, ബോധത്തോടുകൂടി നിർവഹിച്ചാൽ, ആ ബോധത്തോടുകൂടിയാണ് ആ പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചതെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ അവന്റെ കുടുംബത്തിലോ അവന്റെ സമ്പത്തിലോ അവന്റെ ശരീരത്തിലോ ഒരു മുസീബത്തും വരുന്നതല്ല, ഒരു പ്രയാസവും വരുന്നതല്ല. അന്നവന്റെ വണ്ടിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതല്ല, അന്നവന്റെ വീട്ടിലെ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്നതല്ല, അന്നവന്റെ മക്കൾക്ക് അപകടങ്ങളൊന്നും വരുന്നതല്ല എന്ന് മുത്തുനബി പറഞ്ഞതാ. ഈ ദിവസം രാവിലെ കൃത്യമായിട്ട് പാവപ്പെട്ട അബൂദർദാ, ഈ പാവപ്പെട്ട മനുഷ്യൻ അബൂദർദാ അത് കൃത്യമായി ചൊല്ലിയതാ. എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞൊരു വാക്ക് തെറ്റിയിട്ടില്ല, തെറ്റുമെന്ന് വിശ്വസിച്ചൂടാ. എൻ്റെ ഹബീബ് പറഞ്ഞ വാക്കിൽ എനിക്ക് സംശയിച്ചൂടാ. എല്ലായ്പ്പോഴും ചൊല്ലുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുത്തുനബി എൻ്റെ റസൂലാ, അല്ലാഹ് പറഞ്ഞയച്ച വ്യക്തിത്വമാ. ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല, കളവാണെന്ന് തോന്നിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് നടക്കാതിരുന്നിട്ടില്ല. നടക്കാതിരിക്കണമെങ്കിൽ തങ്ങള് പറയാതിരിക്കണ്ടേ? അതുകൊണ്ട് ഇന്ന് കാലത്തും ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് എൻ്റെ വീട് കത്തുകയില്ല, എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കൂല, എൻ്റെ ശരീരത്തിന് ഒരപകടവും ഇന്നത്തെ ദിവസം വൈകുന്നേരം വരെ സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉറപ്പാവണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് പരിശോധിക്കണം. നമ്മളൊന്ന് ചെയ്തു നോക്കുക, നമ്മളൊന്ന് ചൊല്ലി നോക്കുക, അത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക് വിശ്വസിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക് നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് പരിശോധിച്ചിട്ട് വേണം. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഇമാമാണ് ആ പ്രാർത്ഥന നിർവഹിക്കുന്നതെങ്കിൽ ആ ഇമാമിന്റെ ശബ്ദം കേൾക്കുന്ന മൗമൂമിങ്ങൾ ബോധത്തോടുകൂടി ആമീൻ പറഞ്ഞാൽ അവര് മുഴുവനും പ്രാർത്ഥിച്ചതുപോലെയാണ്. അവർക്കെല്ലാവർക്കും ആ പ്രാർത്ഥിച്ച പ്രതിഫലമാണ്, ആ പ്രാർത്ഥിച്ച പുണ്യമാണ്. ഞാൻ അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മളെപ്പോഴും ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോൾ, സാദാത്തുക്കൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ആവേശത്തോടുകൂടി നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ആമീൻ പറഞ്ഞ് ശീലിക്കണം.
പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ശീലിക്കണം. രണ്ട് കൈകൾ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം. ഒരു കൈ മറ്റേ കൈയിന്റെ മേൽ വെക്കലല്ല, ഒരു കൈ മറ്റേ കൈയിന്റെ മേൽ വെച്ച് മടിത്തട്ടിൽ വെക്കലല്ല, അത് രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം. ആകെ ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഈ രണ്ട് കൈകളും ചേർത്തി പിടിക്കുകയാണോ വേണ്ടത്, അല്ല രണ്ട് കൈകൾ ഇങ്ങനെ വിടർത്തി പിടിക്കുകയാണോ വേണ്ടത്? ഇതാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങളും ഇമാം മുഹമ്മദുർ റംലി തങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഖുനൂത്ത് ഓതുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണമെങ്കിൽ രണ്ട് കൈകൾ വിടർത്തി പിടിക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങളാ. അതേ സമയത്ത് അവിടെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ഖിബിലക്ക് ആകാശത്തിന് നേരെയാണ് ഉയർത്തേണ്ടത്. ലിഅന്നഹാ ഖിബലത്തുദ്ദുആ, ആകാശമാണ് ദുആഇന്റെ ഖിബില. അതുകൊണ്ട് രണ്ട് കൈകൾ മേലോട്ട് ഉയർത്തി പിടിക്കുകയാണ് വേണ്ടത് എന്നല്ലേ ഇമാമികളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥന ഒരു പ്രഹസനമാവാൻ പാടുണ്ടോ? അങ്ങനത്തെ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ആളുകൾക്ക് പ്രാർത്ഥനയോട് തീരെ താല്പര്യമില്ലാത്ത സമയത്ത് ആർക്കാനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ ഇമാം എന്തിന് ദുആ ചെയ്യണം? ഖതീബ് എന്തിന് ദുആ ചെയ്യണം? ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. നിക്കാഹൊക്കെ നടക്കുമ്പോൾ ഏറ്റവും പുണ്യപ്പെട്ടൊരു കാര്യമല്ലേ നടക്കുന്നത്? ആ നിക്കാഹിന്റെ വേളയിൽ സ്വാലിഹീങ്ങളെ ഒരുമിച്ച് കൂട്ടൽ പ്രത്യേകം സുന്നത്താണ്. അതേ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തൽ പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ്. കാരണം ഈ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും തമ്മിൽ കൂട്ടിയിണക്കുക. ഈ എത്ര വലിയ കാര്യമാണ് ആ നിക്കാഹ് എന്ന കലിമത്തിൽ കൂടി നടക്കുന്നത് എന്നറിയോ? സാധാരണക്കാരി ചിന്തിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരാള് വന്നിട്ട്, ആരോഗ്യവാനായ ഒരാള് വന്നിട്ട് നിനക്കെതിരെ ഒരു കത്തി ചൂണ്ടി അല്ലെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് ഈ സമയത്ത് നീ കഥാ കള്ളു കുടിച്ചു കൊള്ളണം, കള്ളു കുടിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെടിയുതിർത്ത് കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിന്നെ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുമെന്നോ പറഞ്ഞാൽ ആ ഭീഷണിപ്പെടുത്തുന്നവന് അവൻ ഭീഷണിപ്പെടുത്തിയ കാര്യം അത് നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിനക്ക് കള്ളു കുടിക്കാവുന്നതാണ്, നീ മരിക്കേണ്ടതില്ല. അതേ നിസ്കരിക്കാൻ നിന്നാ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല, നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ്. കാരണം ജീവനെ പേടിച്ചിട്ടാണല്ലോ. ഇങ്ങനെ ഏത് കാര്യം തന്നെ നിർബന്ധിച്ചാലും ആ നിർബന്ധിച്ച ആൾക്കത് നടപ്പാക്കാൻ കഴിയുമെന്ന് കണ്ടാൽ നീ മരിക്കേണ്ടതില്ല, നിന്റെ ശരീരം നശിപ്പിക്കേണ്ടതില്ല, അവന് വേണ്ടി അങ്ങ് വഴങ്ങിക്കൊടുത്താൽ മതി. അതേ സമയത്തൊരു സ്ത്രീയാണെങ്കിലോ ഒരു പുരുഷൻ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുകയാണോ, അതേ തോക്ക് ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ കത്തി ചൂണ്ടിയിട്ടോ ഞാനും നീയുമായിട്ട് ഇപ്പൊ വ്യഭിചരിക്കണം, വ്യഭിചാരത്തിന് വേണ്ടി നീ എനിക്ക് നിന്റെ ശരീരത്തെ ഈ സമയത്ത് വഴിപ്പെടുത്തി തരണം, വഴിപ്പെടുത്തി തന്നില്ലെങ്കിൽ നിന്നെ ഇപ്പൊ കൊല്ലുന്നതോ വെടിയുതിർക്കുന്നതോ നിന്റെ ജീവൻ അപായപ്പെടുത്തുന്നതോ എന്നൊരു പുരുഷൻ നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ? നീ മരിക്കാൻ തയ്യാറാവുക, അവന് വഴിപ്പെട്ടുകൂടാ, അനുസരിച്ചുകൂടാ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബലാത്സംഗത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ, തോന്നിവാസത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ. അത്രയ്ക്കും ഗൗരവമാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ര വലിയ ഗൗരവാണ്.
ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുക എന്നാണ്. മരിച്ചോ. എന്നാൽ അത്രയും വലിയ നിഷിദ്ധമായ ഒരു കാര്യം ഈ രണ്ട് കലിമത്ത് കൊണ്ട് ഹലാലാവാൻ പോവുകയാണ്. ഈ ഒരു കലിമത്തിന്റെ അർത്ഥം എത്രയാ? എന്താ കലിമത്തിന്റെ അർത്ഥം? അല്ലാഹു പറഞ്ഞു വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ അഖദ്തും ബിഅമാനത്തില്ലാ. കണ്ടോ, അത്ര വലിയ ചടങ്ങാണ് ഈ നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ്. അത് മധുര 17കാരിയാകുമ്പോഴല്ല, നല്ല ശരീരത്തിന് നല്ല വടിപ്പും നല്ല സൗന്ദര്യവും ഉള്ള സമയത്ത് മാത്രമല്ല, 90-100 വയസ്സ് പ്രായമുള്ള ശരീരം കവിളൊക്കെ ഒട്ടിച്ചുളഞ്ഞ വയോവൃദ്ധയായിരിക്കുമ്പോഴും ഈ ഭാര്യയും ഭർത്താവും സ്നേഹത്തിലും ഐക്യത്തിലും വളരെ താല്പര്യത്തോടുകൂടി ജീവിക്കണം. ഇതൊരു ഏടാകൂടമായി മാറരുത്, ഇതൊരു പ്രശ്നമായി തീരരുത്, ഇതൊരു ശല്യമായി തീരരുത്. ഇതിന്റെ പേരിൽ പാവപ്പെട്ട പെണ്ണൊരിക്കലും കണ്ണുനീർ കുടിക്കരുത്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ഭർത്താവിന്റെ ജീവിതം ഹോമിക്കപ്പെടരുത്. അതിനൊക്കെയാണ് സയ്യിദന്മാര്, ആലിമീങ്ങള്, സാലിഹീങ്ങള് ദുആ ചെയ്യുകയാ. ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത്? ഈ പടത്തിൽ ഇരിക്കുന്ന നിക്കാഹിനിക്ക് വിധേയനായ ഭർത്താവിന് വേണ്ടിയാ, മകളെ കെട്ടിക്കുന്ന രക്ഷിതാവിന് വേണ്ടിയാ. അതെ, എത്രയെത്ര പാവപ്പെട്ട ഉപ്പമാര് കഷ്ടപ്പെടുന്നുണ്ട് മക്കളെ ദുരിതങ്ങൾ കേട്ടിട്ട്. എത്രയെത്ര പുരുഷന്മാര് പെണ്ണുങ്ങളെ ദുസ്വഭാവം കൊണ്ട് ജീവിതം നശിക്കുന്നുണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നും സംഭവിപ്പിക്കല്ല. ഈ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ നീ കാരുണ്യമിട്ട് കൊടുക്കണം, നീ സ്നേഹമിട്ട് കൊടുക്കണം. ഒരു ഉപ്പാക്ക് മകളോടുള്ള സ്നേഹം പോലെയല്ല, ഒരു മകന് ഉമ്മയോടുള്ള സ്നേഹം പോലെയല്ല. അതിനേക്കാളൊക്കെ സ്നേഹവും കാരുണ്യവും ഉണ്ടാവേണ്ടത് ഭാര്യ ഭർത്താക്കൾ തമ്മിലാ. അതിനുള്ള പ്രാർത്ഥനയാ. ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് കെട്ടുന്ന ഭർത്താവാ, കെട്ടിച്ചു കൊടുക്കുന്ന വലിയ. അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാ? ഖതീബ് ദുആരിക്കുന്നത് എന്തിനാ? സയ്യിദ് ദുആ ചെയ്യുന്നത് എന്തിനാ? ചില ആളുകൾക്കൊന്നും വേണ്ട, പോലും ഇങ്ങനെ ഇരിക്കലാണ്. നമ്മളിങ്ങനെ ദുആരിക്കുക. എന്തിനാ അത് ദുആരിക്കണേ? അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. ഈ കെട്ടുന്ന പുതിയ പിള്ളക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഓങ്ങനെയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ഓനക്ക് ക്യാമറക്ക് പോസ് ചെയ്യണ, ഫോട്ടോ പോസ് ചെയ്യാൻ ഒറ്റ പരിപാടിയുള്ളൂ. അതാ കാര്യമായിട്ട് പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, അത് പ്രഹസനമാണ് ആ പ്രാർത്ഥന. ഓ, പിന്നെ ഖത്തീബിനെ പിരിച്ചിടാൻ തന്നെ മതി. പിന്നെ ഖത്തീബിനെ പിരിച്ചിടാൻ വേറെ എന്തിമാണ അല്ലേ? നിക്കാഹ് ചെയ്തിട്ട് വാരുന്നില്ല. വേറെന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല. നിക്കാഹ് ചെയ്തിട്ട് ആൾ ദ്വാരുന്നില്ല. എന്നാ ദ്വാരിക്കുമ്പോൾ ഓൽക്കാന്നും വേണ്ട. അപ്പൊ നമ്മളിങ്ങനെ അതിനിങ്ങനെ ദ്വാരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറ്റി നിൽക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. ഞാൻ ദ്വാരിക്കുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞെന്നല്ല പറഞ്ഞു. ഏത് സയ്യിദുമാർ ദ്വാരിക്കുമ്പോഴും ഏത് ഉസ്താദുമാർ ദ്വാരിക്കുമ്പോഴും നമ്മൾ താല്പര്യത്തോടുകൂടി ആമീൻ പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ക്രിസ്തുവർഷം 632 മാർച്ച് മാസം 31 ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് ക്രിസ്തുവർഷം 632 ജൂലൈ മാസം 8-ാം തീയതിയാണ്. അതിൻ്റെ മുൻപ് ഒരു 3 മാസം മുമ്പ്
ക്രിസ്തുവർഷം 632 മാർച്ച് 31 അറഫയുടെ മരുഭൂമിയിൽ വെച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തി. തങ്ങളുടെ പ്രസംഗം നമ്മളെ പ്രസംഗം പോലൊന്നുമല്ല. നമ്മളെ പ്രസംഗം ഒരേ ഭാര്യ വലിച്ച് പറയില്ലേ. വലിയ വലിയ ആൾക്കാരൊക്കെ കുറച്ചേ പറയുള്ളൂ. ഈ തങ്ങന്മാരൊക്കെ പറയണേ എത്ര കുറച്ചേ പറയുള്ളൂ, വളരെ കുറച്ചേ പറയുള്ളൂ. അവരിഞ്ഞ് പ്രസംഗിക്കും വേണ്ട, വന്നാൽ തന്നെ മതി. നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കറിയില്ല, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഹഫിളഹുല്ലാഹു വറഅ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഒട്ടുമിക്ക വേദികളിലും തങ്ങൾ പാപ്പുണ്ടാവും. തങ്ങൾ പാപ്പാക്ക് നടക്കാൻ വയ്യ, തങ്ങൾ പാപ്പാനെ ഈ വീൽ ചെയറിൽ കൊണ്ടുപോല. എന്നാൽ തങ്ങൾ പാപ്പ പ്രസംഗിക്കണ ആരെങ്കിലും കിട്ടണം? അല്ല, പ്രസംഗിക്കലില്ല. എന്നാൽ തങ്ങൾ പാപ്പ നമ്മളെ മാതിരി ഇങ്ങനെ മലയാളത്തിൽ കെട്ടിപ്പടുത്ത് വായിക്കുമോ? അതുമില്ല. പക്ഷെ ആ മഹാമനുഷ്യന് എത്ര ആളുകളാണ് കൊണ്ടുപോകുന്നത്, എവിടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം അത്തരം ആളുകൾ ആ സാന്നിധ്യം ഉണ്ടായാൽ മതി. അവരൊരു മിനിറ്റ് സമയം ഉണ്ടായാൽ തന്നെ വലിയ ബറക്കത്താണ്. അത് ഞാൻ വെറുതെ പറയല്ല. ഇപ്പോൾ നിങ്ങൾ പറയും അതിപ്പോൾ തങ്ങന്മാർ കുറച്ചവിടെ ബാക്കിലുള്ളതുകൊണ്ട് നിങ്ങൾ ഓരോ പൂച്ചിമ കയറ്റിയെന്ന്. അല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട, അങ്ങനെ മനസ്സിലാക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു തങ്ങളുണ്ടല്ലോ. അതാരാ? മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. വലിയ തങ്ങൾ പാപ്പ അല്ലേ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചരിത്രവും നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ അറിയുന്നതാ പറയണേ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 16 വയസ്സുള്ള സമയത്ത് ബഗ്ദാദിലേക്ക് അദ്ദേഹം പോകുമ്പോഴാണ് കൊള്ളസംഘത്തിൽ പിടിക്കപ്പെട്ടത്. കൊള്ളസംഘം അദ്ദേഹത്തെ പിടികൂടി തൻ്റെ കച്ചവടക്കാരെ മുഴുവനും കൊള്ളയടിച്ചു. കൂടെയുള്ള കച്ചവടക്കാരെ മുഴുവൻ കൊള്ളയടിച്ചു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അടുത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ അടുത്ത് 40 സ്വർണ്ണ നാണയം ഉണ്ട് എന്ന് പറഞ്ഞു. ആ സ്വർണ്ണ നാണയം കൊടുത്തു. അങ്ങനെ അന്ന് വരേക്കും ലോകത്ത് അറിയപ്പെട്ട കൊള്ളത്തലവനായിരുന്ന ആ കൊള്ളസംഘത്തിൻ്റെ തലവൻ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായിട്ട് 1-2 സംസാരിച്ചിട്ടേ ഉള്ളൂ. നമ്മളെ ഭാഷയിൽ പറയാം, നമ്മളൊരു സുമാറ് പറയാം, ഒരു 5 മിനിറ്റ് സമയം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായിട്ട് അയാൾ സംവദിച്ചു. മുഖത്തേക്ക് നോക്കി ചോദ്യം ചെയ്തു. ഈ 5 മിനിറ്റ് കൊണ്ട് ആ കൊള്ളക്കാരനുണ്ടായ മാറ്റം എന്താ? എത്ര വലിയ മാറ്റം ഉണ്ടായത്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വയല് പറഞ്ഞിട്ടില്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി വയലിട്ടില്ല. അപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് മാറ്റണ്ടാൻ എന്താ അപ്പം ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ കേവലം 5 മിനിറ്റ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുപ്പാപ്പ അന്ന് 16 വയസ്സേ ആയിട്ടുള്ളൂ. വലിയ ഉപ്പാപ്പൊന്നും ആയിട്ടില്ല. ആ 16 വയസ്സായ സയ്യിദുമായി ഒരു 5 മിനിറ്റ് ഇടപഴകിയപ്പോഴേക്ക് ആ കാലമത്രയും കൊള്ള ചെയ്ത ആ കൊള്ളയിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൂടെ ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാ. ഉന്നതമായ സ്ഥാനത്തെത്തുകയാ. ബുദ്ധിയുള്ള സഹോദരന്മാരോട് ചോദിക്കുകയാ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് വഅദ് പറഞ്ഞിരുന്നോ? ആയത്തോതി കൊടുത്തിരുന്നോ? ചരിത്രം പറഞ്ഞു കൊടുത്തിരുന്നോ? പ്രത്യേകമായി ദുആ ചെയ്തു കൊടുത്തിരുന്നോ? ഇല്ല. നിമിഷ നേരം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായി ആ മനുഷ്യനൊന്ന് ഇടപഴകിയതാ. എന്നാൽ മുത്തുനബിന്റെ മക്കളുമായി, സാദാത്തുക്കളുമായി, സ്വാലിഹീങ്ങളുമായി, മഹത്തുക്കളുമായി ഒന്നിടപഴകിയാൽ, നേരത്തെ ബഹുമാനപ്പെട്ട മജീദ് സഖാഫി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മുമ്പും സഖാഫിനെ എനിക്ക് പരിചയമല്ല, ഇപ്പോഴും സഖാഫിനെ എനിക്ക് പരിചയമല്ല. അതേ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെയും ഞാൻ ജീവിതത്തിൽ കണ്ടു എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ തങ്ങളുപ്പാപ്പയുമായി
ആദ്യമായിട്ട് കുറഞ്ഞ സമയം സംസാരിച്ചതോടുകൂടി വന്ന മാറ്റങ്ങൾ എത്രയാ, തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയാ. ഇത് ജീവിച്ചിരിക്കുന്ന സയ്യിദാണെങ്കിലും മരണപ്പെട്ട സയ്യിദാണെങ്കിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരെ മക്ബറയുടെ അരികിൽ ചെന്നാലും ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞില്ലേ, ആഖിർ സമാനിലെ മക്കളെ, ഇതുപോലത്തെ മഹാന്മാരെ ഹദ്റത്തിൽ ചെന്നാൽ അവരെ മേൽ പ്രത്യേകം ഖുർആൻ ഓതിയില്ലെങ്കിൽ തന്നെ, അവരെ മേൽ യാസീൻ ഓതിയില്ലെങ്കിൽ തന്നെ, അവരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തില്ലെങ്കിൽ തന്നെ, അവരോട് പ്രത്യേകമായിട്ട് ഇസ്തിഗാസ നടത്തിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു മഹാന്റെ മക്ബറയിൽ ഒരു അല്പസമയം പോയി ഇരുന്നാൽ, തങ്ങളുപ്പാപ്പന്റെ ഖബറിന്റെ അടുത്ത് പോയി നിന്നാൽ, മടവൂര് ശൈഖ് സി.എം. വലിയുള്ളാന്റെ ഖബറിന്റെ അടുത്ത് 5 മിനിറ്റ് പോയി നിന്നാൽ, മമ്പുറം ഖുതുബുസ്സമാൻ തങ്ങളുടെ മക്ബറയുടെ അരികിൽ 5 മിനിറ്റ് പോയി നിന്നാൽ, അതുപോലത്തെ മഹാത്മാക്കളുടെ മക്ബറയുടെ അരികിൽ ചെന്നു നിന്നാൽ തന്നെ അതവരിൽ നിന്ന് വലിയ മദദ് ലഭിക്കുന്നത്, പ്രകാശം ലഭിക്കുന്നത്, അവരിൽ നിന്ന് മദദ് തിരിച്ചടിക്കുന്നത്, ആ വെളിച്ചം നിനക്ക് ലഭിക്കുന്നത്. ഇമാം ഇബ്നു ഹജർ തങ്ങള് അവിടുത്തെ വിശ്വപ്രശസ്ത ഗ്രന്ഥമാകുന്ന തുഹ്ഫയില് ഖബർ സിയാറത്ത് പറയുന്നിടത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടില്ലേ. അതുകൊണ്ട് തന്നെ വലിയ വലിയ മഹത്തുക്കള്, ഒരുപാട് മഹാന്മാര് ഖബർ സിയാറത്തിന് പോകുമ്പോ, മഹാന്മാരെ ഹദ്റത്തിന് പോകുമ്പോൾ ഒരു ഫാത്തിഹ പോലും ഓതാത്ത മഹത്തുക്കളെ എനിക്കറിയാം. വലിയ വലിയ യാസീനൊന്നും ഓതാതെ ആ മക്ബറയിൽ ചെന്നിട്ട് ആ മക്ബറയുടെ മുകളിൽ വിരിച്ചിരിക്കുന്ന പട്ടുകള് അതൊന്ന് തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കി അല്പം സുഗന്ധം പൂശിയിട്ട് തിരിച്ചു പോരുന്ന, സലാം പറഞ്ഞു തിരിച്ചു പോരുന്ന പല മഹത്തുക്കളെയും എനിക്കറിയാം. അല്ലാ, അതുപോലുള്ള മഹത്തുക്കളരികിൽ ഹാദിറായാൽ തന്നെ മതി, ഹാജറായാൽ തന്നെ മതി. അതുകൊണ്ട് മനുഷ്യൻ നന്നാവുന്നത്, ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നത്, നൂറ് കൽബിൽ ഈമാന്റെ നൂറ് ലഭിക്കുന്നത്, അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ ക്രിസ്തു വർഷം 632 മാർച്ച് മാസം 31-ാം തീയതി അറഫാത്തിന്റെ മൈതാനത്ത് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മനുഷ്യരോടൊരു പ്രഭാഷണം നടത്തി. തങ്ങളെ പ്രഭാഷണം 8 മിനിറ്റ് സമയമായിരുന്നു. ആ 8 മിനിറ്റ് സമയത്തെ പ്രഭാഷണം എന്താണ് പറഞ്ഞത്? ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവരോടും പറയാനുള്ള മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ച സംസാരം. ആ സംസാരം തങ്ങൾ തുടങ്ങിയത് എന്റെ റബ്ബിന്റെ ദൂതനാകുന്ന മുഖറബായ മലക്ക് ജിബ്രായീൽ വരാൻ അടുത്തിരിക്കുന്നു. ബഹുമാനായ ഇസ്രായീൽ വരുമ്പോൾ ആ വിളിക്കുത്തരം ചെയ്ത് ഞാൻ നിങ്ങളെ തൊട്ടി പിരിയാൻ പോവുകയാ. ഈ വർഷത്തിന് ശേഷം ഞാനും നിങ്ങളും കണ്ടുമുട്ടണമെന്നില്ല. ഞാനും നിങ്ങളും എനിക്ക് കണ്ടുമുട്ടാൻ സാധ്യതയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ വിട്ടുപിരിയുമ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം വിപ്ലവങ്ങളാ സൃഷ്ടിച്ചത്. തകർന്ന് തരിപ്പണമായിരുന്ന മാനുഷിക മൂല്യങ്ങളെ ലോകത്ത് പുനരുദ്ധരിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ, കുടിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തെ ലോകത്ത് പുനരുദ്ധരിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ വിമോചകനായിട്ട് വന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ, എല്ലാ സംസ്കാരവും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, നീതിയും ന്യായവും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, ലോകത്ത് വിപ്ലവത്തിന്റെ പടപ്പാട്ടു പാടിയ മുത്ത്
മുഹമ്മദ് മുസ്തഫ. അല്ലാ അല്ലാ, ഒരു നാഗരികതയുമില്ലാതെ കടൽ തീരത്ത് കക്കപെറുക്കിയിരുന്ന കാട്ടറബികളെ ഉത്തുംഗമായിരുന്ന ഉന്നതമായ നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സുന്നത സംസ്കാരത്തിന്റെ വാക്താക്കളായി മാറ്റിയെടുത്ത മുത്തു മുഹമ്മദ് മുസ്തഫ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിലൊരു തെറ്റ് ചെയ്തു പോയോ അത് സ്വന്തം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാൻ മാത്രം ആളുകൾ ആത്മീയമായി വളർത്തിയെടുത്ത മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇതാ ഞാൻ നിങ്ങളെ വിട്ടു പിരിയുമ്പോൾ, ഞാൻ നിങ്ങളോട് പിരിയുമ്പോൾ, അതാ ഇന്നി തറക്തു ഫീകും സഖലൈനി, കനത്ത രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഇട്ടേച്ചു കൊണ്ടാണ് പോകുന്നത്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് തെറ്റുപറ്റുകയില്ല, നിങ്ങൾ പരാജയപ്പെടുകയില്ല, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കുകയില്ല, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത്രയും കനത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിക്കുന്നുണ്ടോ, ഇട്ടേച്ചു പോകുന്നുണ്ട്. ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാ, ഈ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച വിശുദ്ധ ഖുർആനാ, എല്ലാം പഠിപ്പിച്ച വിശുദ്ധ ഖുർആനാ, എല്ലാ ശാസ്ത്രവും പഠിപ്പിച്ച ഖുർആനാ, എല്ലാ സംസ്കാരവും പഠിപ്പിച്ച ഖുർആനാ, അത്ഭുതങ്ങൾ കാണിച്ച് ലോകത്തോട് വെല്ലുവിളിച്ച വിശുദ്ധ ഖുർആനാ, ഇന്നും ലോകത്തോട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ വിശുദ്ധ ഖുർആന് ഓറിയന്റലിസ്റ്റുകളും സയന്റിസ്റ്റുകളും ഇക്കാലം അത്രയും കണ്ണിലെണ്ണയൊഴിച്ചിട്ട് പഠനം നടത്തിയിട്ട് ഈ ഖുർആനിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താനോ അപ്രായോഗികമാണെന്ന് കണ്ടെത്താനോ എന്തെങ്കിലും സത്യത്തിന് നിരക്കാത്തത് പറഞ്ഞിട്ടൊന്ന് കണ്ടെത്താനോ കഴിയാത്ത അത്ഭുതകരമായ ഈ ഗ്രന്ഥം ഞാൻ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. അല്ലാ അല്ലാ, ഈ ഖുർആൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാലത്ത്, ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന കാലത്ത്, ഈ ഖുർആൻ നിങ്ങൾ പഠിക്കുന്ന കാലത്ത്, ഈ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്ന കാലത്ത്, ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾ പഠനം നടത്തുന്ന കാലത്ത്, ഈ ഖുർആൻ നിങ്ങളെ ഇമാമായി നിൽക്കുന്ന കാലത്ത്, ഈ ഖുർആൻ നിങ്ങൾ മാതൃകാ ഗ്രന്ഥമാക്കുന്ന കാലത്ത് നിങ്ങൾക്ക് പരാജയം സംഭവിക്കൂല, നിങ്ങൾക്ക് തെറ്റുപറ്റൂല, ആരംഭിലും നിങ്ങൾ പരാജയപ്പെടൂല, ഒരാൾക്കും നിങ്ങളെ യശസ്സ് ചോദ്യം ചെയ്യാൻ കഴിയില്ല, ഒരാളെ മുമ്പിലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല. അല്ലാ അല്ലാ, ഈ ഖുർആനിന്റെ ശരിയായ വിശദീകരണവും അതിന്റെ പ്രായോഗിക തലവും നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ഈ ഖുർആന്റെ അത്ഭുതം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ, ഈ ഖുർആന്റെ അമാനുഷികത നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ എന്റെ പകരക്കാരായി വാഹിലു ബൈത്തി, എന്റെ മക്കളെ ഞാൻ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്, അഹ്ലു ബൈത്തിനെ ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. അവരെന്റെ സമക്കളാ, അവർ ഈ ഖുർആന്റെ പ്രായോഗിക തലം നിങ്ങൾക്ക് കാണിച്ചു തരാനാ, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാ, ഇത് പ്രായോഗിക ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെടുത്തി തരാനാ. ഈ ഖുർആനിന്റെ പ്രത്യേകത, ഈ ഖുർആനിന്റെ അമാനുഷികത, ഈ ഖുർആനിന്റെ പ്രത്യേക ആകർഷണീയത, ഈ ഖുർആന്റെ മാസ്മരികത നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് പകരമായി എൻ്റെ മക്കളുണ്ടേ, എൻ്റെ അഹ്ലു ബൈത്തുണ്ടേ, മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഖുർആനും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഖുർആനിന്റെ പ്രായോഗിക രൂപങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഇത് കൃത്യമാണ്, ഇത് സത്യമാണ്, ഇത് ന്യായമാണ്, ഇത് ഒരിക്കലും തമാശയല്ല, ഇത് നോവലല്ല, ചിത്രീകരണമല്ല. അത്രയും കൃത്യമായ യുക്തമായിരിക്കുന്ന ഉപദേശങ്ങളാണെന്ന് നിങ്ങൾക്ക് മുൻപിൽ വരച്ചു കാണിച്ചു ബോധ്യപ്പെടുത്തി തരാൻ എൻ്റെ പകരക്കാരായി എൻ്റെ മക്കളെയും ഞാനിവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതാണ് അഹ്ലു ബൈത്തി. ആർക്കാണ് ഈ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്?
അത് നമ്മളൊന്ന് പഠിക്കണം. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നതും ആലുൻ നബി എന്ന് പറയുന്നതും ദുർരിയാത്തുൻ നബി എന്ന് പറഞ്ഞൊക്കെ വ്യത്യാസം. ഒറ്റടിക്ക് എല്ലാവരും അഹ്ലു ബൈത്താണെന്ന് പറയും. അല്ല, അഹ്ലു ബൈത്ത് ആരാണ്? ആലുൻ നബി ആരാണ്? ദുർരിയാത്തുൻ നബി ആരാണ്? നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന തങ്ങന്മാർ ആരാണ്? അതിനെപ്പറ്റി എത്ര ആളുകൾ ചിന്തിച്ചിട്ടുണ്ട്? എല്ലാവരും അഹ്ലു ബൈത്തല്ലേ? അല്ല, ആലുൻ നബി, നബി കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബം, അതിനാണ് ആലുൻ നബി. അതാരാ? വലിയ പ്രത്യേകതയാണ് ആലുൻ നബിക്കുള്ളത്. ലോകത്തൊരു കാനേഷുമാരി കണക്കനുസരിച്ച് ഒരു ദിവസം 80 കോടി ജനങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. 80 കോടി ജനങ്ങൾ. ഈ 80 കോടി ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ മുത്തുനബിൻ്റെ കുടുംബത്തിനും പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. മുത്തുനബിൻ്റെ കുടുംബത്തിന് നീ അനുഗ്രഹം ചൊരിയണം. വലിയൊരു പ്രത്യേകതയാണ് ഈ ആലുൻ നബി. ആർക്കാണ് ആലുൻ നബി എന്ന് പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുല്ലാഹി. അബ്ദുല്ലാഹിയുടെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ അബ്ദുൽ മുത്തലിബ് അത് ഹാഷിമിൻ്റെ മകനാണ്. ഹാഷിമിൻ്റെ ജ്യേഷ്ഠ അനുജനാണ് മുത്തലിബ്. മുത്തലിബ് വേറെയാണ്, അബ്ദുൽ മുത്തലിബ് വേറെയാണ്. മുത്തലിബ് വേറെയും അബ്ദുൽ മുത്തലിബ് വേറെയാണ്. നബിൻ്റെ പാപ്പാൻ്റെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാണ്. യഥാർത്ഥത്തിൽ അയാളെ പേര് ഷൈബത്ത് എന്നാണ്. അല്ല, അംർ എന്നാണ് എന്നും പറയും. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം. ഹാഷിമിൻ്റെ ഉപ്പയുടെ പേര് അബ്ദു മനാഫ്. അബ്ദു മനാഫിന് 4 മക്കളാണ്. അബ്ദു മനാഫിന് 4 മക്കളാണ്. മുത്തലിബ്, ഹാഷിമ്, അബ്ദു ഷംസ്, നൗഫൽ. 4 ആൺമക്കളാണ് അബ്ദു മനാഫിന്. ഈ 4 മക്കളിൽ നിന്ന് 2 മക്കൾ, അഥവാ ഹാഷിമ് മുത്തലിബ്, ഹാഷിമ് മുത്തലിബ്, ഈ 2 മക്കളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് പറയുന്ന പേരാണ് ആലുൻ നബി, നബി കുടുംബം. അതേ സമയത്ത് ഇവർ 2 ജ്യേഷ്ഠന്മാരാണ് അബ്ദു ഷംസും നൗഫലും. അതിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ഈ ആലുൻ നബി എന്ന് പറയില്ല. അപ്പോൾ ഒരു ഉപ്പയുടെ 4 മക്കളിൽപ്പെട്ട 2 മക്കളെ മക്കൾക്ക് ഇത് പറയുള്ളൂ. മറ്റ് 2 മക്കളെ മക്കൾക്ക് ആ പ്രത്യേകത ഇല്ല. എന്നാൽ ആ മക്കളെ കൂട്ടത്തിൽ നല്ല മഹാന്മാരില്ല ഉണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദു ഷംസിന്റെ മക്കളിൽപ്പെട്ടയാളാണ്. മഹാനായ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു നൗഫലിന്റെ മക്കളിൽപ്പെട്ടയാളാണ്. അവർ നബിനോട് ചോദിച്ചു, ഞങ്ങളും നിങ്ങളെ കുടുംബം തന്നെയല്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്താ അല്ലാത്തത്? അല്ല. അപ്പൊ ശരിക്കും മനസ്സിലാക്കണം, അബ്ദു മനാഫിന്റെ 4 മക്കളിൽ നിന്ന് 2 മക്കളുടെ മക്കളെ സന്താന പരമ്പരയിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് പറയുന്ന പേരാണ് ആലുൻ നബി, നബി കുടുംബം. അതേ സമയത്ത് അബ്ദു ഷംസിന്റെ മക്കൾക്കും നൗഫലിന്റെ മക്കൾക്കും അവരിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ആലുൻ നബി എന്ന പേരില്ല. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആലുൻ നബിയിൽ പെടുന്നില്ല. ജുബൈർ നിങ്ങൾ ആലുൻ നബിയിൽ പെടുന്നില്ല.
ഇതൊക്കെ പറയും മുത്തുനബിന്റെ കുടുംബം എന്ന് പറയും. ലോകത്ത് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾ ദിവസേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഈ അർത്ഥപ്രകാരം ആരും നബിയിൽ അവർ പെടാത്തത് കൊണ്ട് അവർക്കൊരു ഈ പ്രത്യേകതയില്ല. അതിനൊരു കാരണമുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ വെച്ചുകൊണ്ട് അതേ അങ്ങാടിയിൽ ചോദ്യം ചെയ്തപ്പോ തങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ 80 വയസ്സ് പ്രായമുള്ള അബൂ ത്വാലിബ് ഈ 4 മക്കളെ കുടുംബത്തിൽപ്പെട്ട ഓരോ വീടാന്തരം കയറി ഹബീബിനെ ബഹിഷ്കരിച്ചൂടാ, നമ്മൾ ഒറ്റപ്പെടുത്തിക്കൂടാ, നമ്മുടെ കുടുംബമല്ലേ. അന്ന് എല്ലാവരോടും മഹാനായ അബൂ ത്വാലിബ് വീടാന്തരം കയറി പറഞ്ഞപ്പോൾ ആ ഉപരോധത്തിൽ നിന്ന് ഈ 2 മക്കളെ സന്താനങ്ങളെ മാറി നിന്നുള്ളൂ. അബ്ദു ഷംസിന്റെ മക്കളും നൗഫലിന്റെ മക്കളും അത് തീരെ പരിഗണിച്ചില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് മുത്തുനബിന്റെ കുടുംബം എന്ന പ്രത്യേകത അവർക്ക് കിട്ടിയില്ല. അതേ സമയത്ത് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നതോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെ മക്കളില്ലേ, അബൂ ത്വാലിബിന്റെ മക്കളാകുന്ന അഖീൽ, ജഅഫർ, അലി റളിയല്ലാഹു അൻഹു, ഹാരിസ്, ഇവരെ മക്കളൊക്കെ അഹ്ലു ബൈത്തിൽ പെടുന്നതാണ്. അതേ വിശാലമായ അർത്ഥത്തിൽ ആലുന്നബി എന്ന അർത്ഥത്തിന് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നതാണ്. അതേ സമയത്ത് ദുർരിയാത്തുൻ നബി, മുത്തുനബിന്റെ മക്കള് എന്ന് പറയുന്നത് അത് അഹ്ലു ബൈത്ത് അല്ല. അത് അഹ്ലു ബൈത്തിൽ പ്രത്യേകക്കാരാണ്. മഹദിയായ ഫാത്തിമ ബീവിന്റെ മക്കളാണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവരെ പറ്റി ാണ് ഖുർആൻ മുത്തുനബിന്റെ മക്കൾ എന്ന് പറഞ്ഞത്. അതേ നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികള് ദിവസങ്ങളോളം മുത്തുനബിയുമായിട്ട് സംവാദം നടത്തിയപ്പോൾ ആ സംവാദത്തിന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവരെ മുബാഹലക്ക് ശാപപ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ നദ്ഉ അബ്നാഅനാ വഅബ്നാഅകും വനിസാഅനാ വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും ثم نبتهل فنجعل لعنة الله على الكاذبين. നിങ്ങൾ നിങ്ങളെ മക്കളെ വിളിച്ചോളൂ, ഞാൻ എൻ്റെ മക്കളെ വിളിക്കാം. നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ വിളിച്ചോളൂ, ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ വിളിക്കാം, ഞാനും വരാം. എന്നിട്ട് നമുക്കൊരു ശാപപ്രാർത്ഥന നടത്താം എന്നവരോട് കരാർ ചെയ്ത് പിറ്റേ ദിവസം മുത്തു മുഹമ്മദ് മുസ്തഫ മുബാഹലക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഫാത്തിമ ബീവിയെ വിളിച്ചു, ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളെ കൈ പിടിച്ചു, ഹുസൈൻ തങ്ങളെ വക്കത്ത് വെച്ച് നബി ചുമന്നു. ഈ 4 പേരെയാണ് ഹബീബായ തങ്ങൾ കൊണ്ടുപോയത്. അതുകൊണ്ട് ദുർരിയാത്തുൻ നബി എന്ന് പറയുന്നത് ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരെ സന്താന പരമ്പരകളാ. ദിവസങ്ങളോളം പറഞ്ഞാൽ അത് തീരൂല. ഞാൻ ഒറ്റ വാക്ക് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരെയാണ് മുത്തുനബിന്റെ മക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തങ്ങന്മാരെന്ന് പറയുന്നത് ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കളാണ്. അവരെ മക്കൾക്ക് ആ മുത്തുനബിന്റെ ദുർരിയാത്തുകൾക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ തങ്ങന്മാർ
തങ്ങന്മാർ എന്ന് പറയുന്നത്. അതേ സമയത്ത് റസൂലുള്ളാന്റെ മറ്റൊരു മകളാകുന്ന സൈനബ ബീവിക്ക് മക്കളുണ്ടായിരുന്നു. പക്ഷെ അവര് പിന്നീട് വഫാത്തായി പോയതാ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ മഹദിക്ക് സൈനബ എന്ന് പറയുന്നൊരു ഉമാമ എന്ന് പറയുന്നൊരു മകളുണ്ടായിരുന്നു, സൈനബ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഉമാമയെ പിൽക്കാലത്ത് അലിയാര് കല്യാണം കഴിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഫാത്തിമ ബീവിയിൽ തന്നെ സൈനബ എന്ന് പറയുന്നൊരു മകളുണ്ടായിരുന്നു. ആ മകളിൽ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ആ സന്താന പരമ്പരയിൽ പെട്ടവരാണ്. ഇങ്ങനെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ മക്കൾക്കാണ് ദുർരിയാത്തുൻ നബി അഥവാ തങ്ങന്മാർ എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂല് ഏറെ സ്നേഹിക്കുകയും ഏറെ ആദരിക്കുകയും അവരെ പരിഗണിക്കണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്തവരാണ്. അറിയുമോ, നമ്മുടെ ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി എത്രയാണ് നമ്മോട് കാണിച്ച സ്നേഹം. ആഖിർ സമാനിലെ മക്കളെ, ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല. ഈ നബിയെ എപ്പോഴെങ്കിലും മറക്കാൻ നമുക്ക് പറ്റുമോ? ഈ നബിയെ അവഗണിക്കാൻ നമുക്ക് പറ്റുമോ? ഈ ഉമ്മത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ണുനീർ പൊഴിച്ച നേതാവല്ലേ അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അതേ അബൂ ഹുറൈറത്ത് തങ്ങൾ പറയുന്നു, ഞാനും ഞങ്ങളും നടന്നു വരുമ്പോൾ മുട്ടുകുത്തി വരുന്ന മഹാനായ ഹുസൈൻ തങ്ങളെ രണ്ട് കൈ കാണിച്ച് തങ്ങളതാ എടുക്കുകയാ. കയറ് മോനെ, കയറ് മോനെ. മുത്തുനബിന്റെ വയറ്റിന്റെ മേൽ കയറുന്നു. വീണ്ടും നെഞ്ഞത്ത് ചവിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഹുസൈൻ തങ്ങളെ വായിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അത്ഭുതകരമാം വിധം വിശപ്പടക്കാൻ മുലപ്പാൽ ചുരത്തുന്നു. ഇങ്ങനെ ഈ രണ്ട് മക്കൾ എൻ്റെ മക്കളാ, ഹാദാനിബിനായ ഇവർ രണ്ടും എൻ്റെ മക്കളാ, ഇവരെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഈ രണ്ട് മക്കളെ പറ്റി അറിയുമോ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് മുത്തുനബിന്റെ മക്കളാണ്. അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരും ദുർരിയാത്തിൽപ്പെട്ടവരുമാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങള്, അതേ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ മുത്തുനബി ഇങ്ങനെ കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, കരയുന്നത് എന്തിനാ? എന്തേ തങ്ങൾ കരയുന്നത്? ഹബീബായ തങ്ങൾ പറയുന്നു, മഹാനായ ജിബ്രീൽ ഇപ്പോഴങ്ങ് പോയിട്ടേ ഉള്ളൂ. മഹാനരായ ജിബ്രീൽ വന്നിരുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്ത് കർബുംബല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, യൂഫ്രട്ടീസിന്റെ തീരം. ആ തീരത്തിൽ നിന്ന് അല്പം മണൽത്തരികൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഈ പാത്രത്തിലെ മണൽത്തരികൾ ജിബ്രീൽ കൊണ്ടുവന്നത് അവിടുത്തെ പ്രിയപ്പെട്ട പിഞ്ചോമന മകൻ ഹുസൈൻ തങ്ങളെ ആ കർബുംബലാവും എന്ന് പറയുന്ന ഭൂമിയിൽ അവിടുത്തെ ചുടുചോര നിലത്ത് പുരണ്ടി ചെഞ്ചായമണിയുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞത്. ഈ കുപ്പിയിലെ മണ്ണ് വിടുന്നു തന്നത് ഉമ്മു സലമാ ബീവിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത്. ഹിജ്റയുടെ 61-ാം കൊല്ലം മുഹറം മാസത്തില് മുഹറം 10-ന്റെ അന്നത് നടന്നത്. അല്ലാ മക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ? ഇന്ന
എല്ലാ പ്രവാചകന്മാർക്കും സഡൻലി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്ത് ചോദിച്ചാലും ഉടനടി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആദം നബി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നോഹ് നബി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്രാഹിം നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മൂസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മഹാനായ ഈസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവർക്ക് പ്രത്യേകമായി ഇജാബത്ത് കിട്ടുന്ന പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന ഞാൻ സൂക്ഷിച്ചു വെച്ചത് എന്റെ ഉമ്മത്തിന് ദുആ ചെയ്യാൻ ആഖിറത്തിൽ വരുമ്പോൾ കള്ള് കുടിച്ചവർ, മദ്യപിച്ചവർ, ബെക്തടിനടിച്ചവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ എങ്ങനെ മുടി മുറിച്ചാലെന്താ, എങ്ങനെ ജീവിച്ചാലെന്താ, ഹബീബിനെ പറ്റി പഠിച്ചില്ലെങ്കിൽ എന്താ, ഹബീബിനെ പറഞ്ഞില്ലെങ്കിൽ എന്താ, ഹബീബിന്റെ മക്കളാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ, അവരാദരിച്ചില്ലെങ്കിൽ എന്താ. കുല്ലാസലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. തങ്ങളങ്ങ് പറഞ്ഞേക്ക്, ഈ പ്രബോധനത്തിന് നിങ്ങളോടൊന്നും പകരം ചോദിക്കുന്നില്ല. ഒരാഴ്ചത്തെ റേഷൻ വാങ്ങിത്തരണമെന്ന് പറയുന്നില്ല. നിങ്ങളെ സാമ്പത്തിക സ്രോതസ്സിൽ നിന്നല്ലൊരു വിഹിതം എനിക്ക് നൽകണം എന്ന് പറയുന്നില്ല. ഈ പ്രബോധനത്തിനാകെ നിങ്ങളോട് ചോദിക്കുന്നത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, എന്റെ കുടുംബത്തെ ആദരിക്കണം, എന്റെ മക്കളിലൂടെ എന്നെ നിങ്ങൾ കാണണം, എന്റെ മക്കളിലൂടെ എന്നെ നിങ്ങൾ കാണണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളിൽപ്പെട്ട ഹുസൈൻ തങ്ങളെ മക്കളിൽപ്പെട്ട ഹസൻ തങ്ങളെ മക്കളിൽപ്പെട്ട ഒരു സയ്യിദ് കടന്നു വരുമ്പോ ഇത് മുത്തുനബിയാ, മുത്തുനബിയുടെ രക്തമാ, ഹബീബിന്റെ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഥാ തത്തിക്കളിച്ചിരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിരുന്ന ആ രക്തത്തിന്റെ ഭാഗമാ, ഹബീബിന്റെ ഭാഗമാ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹബീബിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹുമാനം, ഹബീബിന്റെ കൈ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹുമാനം, ഹബീബിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബഹുമാനം എൻ്റെ മക്കളോട് നിങ്ങൾ കാണിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് തങ്ങന്മാരാ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ, അവരെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ, അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ, അവരെ വാക്ക് വരെ വെച്ചില്ലെങ്കിൽ എന്താ, അവരോടെങ്ങനെ പെരുമാറിയാലെന്താ എന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, നിനക്ക് ദീൻ അറിയുമോ? നിനക്ക് ഖുർആൻ അറിയുമോ? നിനക്ക് തങ്ങളെ അറിയുമോ? മുത്തുനബിനെ അറിയുമോ? മുത്തുനബിന്റെ മക്കളെ അറിയുമോ? ഫാത്തിമ ബീവിയെ അറിയുമോ? അല്ലാഹ് പറയുന്നു മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അല്ലാഹു തആല തമ്മിൽ കൂട്ടിയിണക്കിയിരിക്കുന്നു. ഉപ്പ് വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും കൂടി നിൽക്കുന്നു. തല നീല കളറുള്ള വെള്ളവും പച്ച കളറുള്ള വെള്ളവും കൂടി നിൽക്കുന്നു. രക്തത്തിന്റെ കളറുള്ള വെള്ളവും അല്ലാത്ത വെള്ളവും കൂടി നിൽക്കുന്നു. എത്ര കൂടി നിന്നാലും ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാ. ഈ രണ്ട് വെള്ളങ്ങൾക്കിടയിൽ ഒരു ആന്തരികമായിരിക്കുന്ന മറയുണ്ട്. ഉപ്പ് വെള്ളം നൽതണ്ണീരിലേക്ക് വിട്ടുകിടക്കൂല, നൽതണ്ണീർ ഉപ്പ് വെള്ളത്തിലേക്ക് വിട്ടുകിടക്കൂല, രക്തത്തിന്റെ സമുദ്രം മറ്റേതിലേക്ക് വിട്ടുകിടക്കൂല. യഖ്റുജു മിൻഹുമാ, ഇതിൽ നിന്ന് ലോകത്ത് പുറത്തു വരും അൽ മർജാൻ, കോടികൾ വിലപിടിപ്പുള്ള മുത്തുകള്, കോടാനു കോടികൾ വിലപിടിപ്പുള്ള പവിഴങ്ങള്, അതൊക്കെ ഈ സമുദ്രത്തിൽ നിന്നാ പുറത്തു വരുന്നത്. ഇത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞൊരു വ്യാഖ്യാനമാണെങ്കിൽ മറജൽ ബഹ്റൈനി, രണ്ട് സമുദ്രങ്ങളെ അല്ലാഹു കൂട്ടിയിണക്കിയിരിക്കുന്നു. ഫാത്തിമ ബീവിയെയും അലിയാരെയും കൂട്ടിയിണക്കിയിരിക്കുന്നു.
അലി റളിയല്ലാഹു അൻഹു തങ്ങളെ ഇരുട്ടിന്റെ മറവിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മുത്തുനബിന്റെ മാർവിടത്തിൽ നിന്ന് കുപ്പായം നീക്കിയിട്ട്, അലിയാര മാർവിടത്തിൽ നിന്നും കുപ്പായം നീക്കിയിട്ട് ഇരുട്ടിന്റെ മറവിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരുപാട് വിജ്ഞാനത്തിന്റെ അസ്റാറുകൾ വായിച്ചു കൊടുത്തിട്ട് അനമദീനത്തുൽ ഇൽമി വാലിയും ബാബുഹാ, വിജ്ഞാനത്തിന്റെ ബഹ്റാ, അനുഗ്രഹത്തിന്റെ ബഹ്റാകുന്ന, അതേ സൗന്ദര്യത്തിന്റെ ബഹ്റാകുന്ന അള്ളാഹുവിന്റെ ഈ ലോകത്ത് വെച്ച് അതാ സ്വർഗത്തിലെ തമ്പുരാട്ടി എന്നറിയപ്പെടുന്ന അതേ 4 പെണ്ണുങ്ങളുണ്ട്. 4 പെണ്ണുങ്ങളുണ്ട്. ആ 4 പെണ്ണുങ്ങളിൽ ഒരു മഹദിയ. അല്ലാഹ് പൂർണ്ണത കൈവരിച്ച ആണുങ്ങൾ ഒരുപാടുണ്ട്. അധികരിച്ച പുരുഷന്മാരും പുരുഷന്മാരെ കൂട്ടത്തിൽ പൂർണ്ണത കൈവരിച്ച ധാരാളം പുരുഷന്മാരുണ്ട്. പക്ഷേ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് പൂർണ്ണത കൈവരിച്ചത് 4 പെണ്ണുങ്ങളാ. ഒന്ന് ആസിയ ബിൻത് മുസാഹിമ, മറിയം ബിൻത് ഇമ്രാന, ഖദീജത്ത് ബിൻത് ഖുവൈലിദ, ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ. ഫാത്തിമ ബീവിയെയും അലി റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹ് കൂട്ടിയിണക്കിയത് ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഈ ഫാത്തിമ ബീവിയിൽ നിന്ന് അലിയാരിലേക്ക് വിട്ടുകിടക്കാത്തൊരു മറയുണ്ട്. അലിയാര മക്കൾക്ക് മുഴുവനും ആ പ്രത്യേകതയില്ല. ഉമാമയിൽ പറഞ്ഞ മക്കൾക്ക് ആ പ്രത്യേകതയില്ല. അതേ ഫാത്തിമ ബീവിന്റെ മക്കളെ പ്രത്യേകതയാ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. ലോകത്തുള്ള അക്താബുകള്, ലോകത്തുള്ള മുത്തുകള്, അക്താബുകള്, അഗ്യാസുകള്, അബ്ദാലുകള്, അവസാനം വരുന്ന ഇമാം മഹ്ദി ഉൾപ്പെടെ ഈ ഫാത്തിമ ബീവിന്റെ മക്കളിൽ നിന്ന് പുറത്തു വരുന്നവരാ. ഫാത്തിമ ബീവിന്റെ മക്കളിൽ നിന്ന് പുറത്തു വരുന്നവരോ ഈ മുത്തുകളും പവിഴങ്ങളും. ഈ മുത്ത് എന്നും മുത്ത്, ഇത് എപ്പോഴും പവിഴമാ. ഇതിന് കോടികൾ വിലപിടിപ്പ്. ഇതിന് വല്ല അഴുക്കുമായാൽ കഴുകിക്കഴിഞ്ഞാൽ അത് പഴയതുപോലെ തന്നെ മുത്ത് തന്നെയാ. അതിന്റെ വിലക്ക് കുറവില്ല, അതിന്റെ സ്ഥാനത്തിന് കുറവില്ല. അല്ലാഹ് ഹബീബ് പറയുന്നു, അന്ന് ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് തന്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വേണ്ടി, ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വേണ്ടി. പക്ഷേ തങ്ങൾ ദുആ ചെയ്തില്ല. യൂഫ്രട്ടീസിന്റെ തീരത്ത് മഹാനായ ഹുസൈൻ തങ്ങൾക്കും തന്റെ കുടുംബത്തിൽപ്പെട്ട 60ഓളം വരുന്ന സാദാത്തുക്കൾക്കും തന്റെ മക്കൾക്കും ജ്യേഷ്ഠന്റെ മക്കൾക്കും പേരമക്കൾക്കും റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾക്കും അവിടെ ദാഹജലം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി പിടയുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അസ്ത്രം തൊടുത്തുവിട്ട് നിഷ്കരുണരായ ആളുകൾ കൊന്നു നിർത്തപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. കണ്ടില്ലേ, യൂഫ്രട്ടീസ് നായകളും പട്ടികളും പന്നികളും കുടിക്കുന്നു, യഥേഷ്ടം വെള്ളം കുടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. ഈ ലോകം മുഴുവൻ പടക്കാൻ കാരണക്കാരനായ ഇന്ന് കാണുന്ന കിസ്റയും കൈസറും നിങ്ങൾക്ക് അധീനപ്പെടാൻ ഹേതുകമായ എൻ്റെ ഉപ്പാപ്പ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരമക്കൾക്കാ നിങ്ങൾ ദാഹജലം നിഷേധിച്ചത്. അങ്ങനെ ആ പട്ടികളും പന്നികളും കുടിക്കുന്ന യൂഫ്രട്ടീസിൽ നിന്ന് ഒരു തുള്ളി ജലം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ വെള്ളം കൊടുക്കാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ തലഛേദിച്ചെടുത്തിരിക്കുന്നവർ അത് മുസ്ലിമീങ്ങളായിരുന്നില്ല. അത് സത്യത്തിന്റെ ധർമ്മത്തിന്റെ വിരോധികളായ ഇസ്ലാമിന്റെ സുന്ദര പേര് സ്വീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം കാപാരികരായിരുന്നുവെങ്കിൽ എന്നും ഈ ഉമ്മത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവര്, എന്നും ഈ ഉമ്മത്തിൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചവര്, ആയിരക്കണക്കിന് ആളുകളെ നിഷ്കരണം കൊല ചെയ്യപ്പെട്ടവര് ഈ മുത്തുനബിന്റെ മക്കളാ, ഹബീബിന്റെ മക്കളാ, ഹബീബിന്റെ പേരക്കുട്ടികളാ. അവരെ നിങ്ങൾ തിരിച്ചറിയണേ, അവരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണേ, അവരെ നിങ്ങൾ
നിങ്ങൾ ആദരിക്കണേ. ഉറുക്കുബോ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബിയെ നിങ്ങൾ കാണണം, മുത്തുനബിയെ നിങ്ങൾ നിരീക്ഷിക്കണം, മുത്തുനബിയെ നിങ്ങൾ സ്മരിക്കണം. ഫി അഹ്ലി ബൈത്തി, അവിടുത്തെ മക്കളിലൂടെ, കുടുംബത്തിലൂടെ, അവിടുത്തെ അഹ്ലി ബൈത്തിലൂടെ, ആലിലൂടെ, അവിടുത്തെ ദുരിയാത്തിലൂടെ, അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു ആ അഹ്ലി ബൈത്തിനെ സ്നേഹിക്കാനും അവിടുത്തോടടുക്കാനും അവിടുത്തേക്ക് ഖിദ്മ ചെയ്യാനും അവരെ പൊരുത്തം കിട്ടാനും അവരെ സ്നേഹിക്കാനും അതുകൊണ്ട് രക്ഷപ്പെടാനും നമുക്കല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഈ മജ്ലിസിന് നിമിത്തമായ മജ്ലിസായി അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. പാപങ്ങൾ അല്ലാഹ് പുറത്തു തരട്ടെ. ഈമാൻ അല്ലാഹ് നിലനിർത്തി തരട്ടെ. ഈമാൻ അല്ലാഹ് നിലനിർത്തി തരട്ടെ. ഹബീബിന്റെ ശഫാഅത്തും ഹബീബിന്റെ പൊരുത്തവും ഹബീബിന്റെ മദദും ഹബീബിന്റെ നദറും അവിടുത്തെ മക്കളെ സ്നേഹിക്കുന്നതിനാൽ, അവരെ പറ്റി പറയുന്നതിനാൽ, അവരാദരിക്കണമെന്ന് പറയുന്നതിനാൽ, അവരാദരവ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതിനാൽ അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ, കബൂൽ ചെയ്യട്ടെ.